ഹലോ. ഇന്നലെ ഞാൻ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ, ഈ മെറ്റീരിയലാണ് ഇന്നലെ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇച്ചിരി തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് നമ്മളത് കാണിച്ചില്ലെങ്കിൽ വിചാരിക്കും അത് വെറുതെ കാണിച്ചതാ എന്നുള്ളത്. ഇതാണ് ഇന്നലെ ഞാൻ വെട്ടിയ തുണിയാണിത്. കട്ട് ചെയ്തൊക്കെ ഇന്നലെ എടുത്തു വെച്ച് കാണിച്ചതാണ്. പക്ഷേ സുഖമില്ലെങ്കിലും ഞാൻ ഇന്നത് ഇരുന്ന് തയ്ച്ച് എന്ത് പെട്ടെന്ന് തയ്ക്കാൻ പറ്റി. ആരൊക്കെ തയ്ച്ച് നോക്കിയിട്ടുണ്ട്? ആരെങ്കിലും നോക്കിയോ? ഇന്നലെ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ആ വീഡിയോ. ഒന്ന് ഞാൻ നോക്കി കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന്. പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കട്ട് ചെയ്ത് കളയാനേ കഴിയുന്നില്ല. അതാണ് ഞാൻ 10-14 മിനിറ്റ് ആയാലും അങ്ങോട്ടത് വ്യൂസ് കുറഞ്ഞു. എനിക്ക് വലിയ വ്യൂസൊന്നും കിട്ടാറില്ല, എന്നാലും ഇത്രയും പേരെങ്കിലും കണ്ടല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വെട്ടിയതാണ്. ഇതാ കഴുത്തൊക്കെ കണ്ടേ, അതാ കഴുത്തൊക്കെ എന്ത് നല്ലതായിട്ടിരിപ്പുണ്ട്. ഇതാ ബാക്ക്, പിന്നെ കൈ ഞാൻ അല്പം ലൂസ് ഇട്ടാണ് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ കോട്ടൺ തുണിയാണ്. അപ്പോൾ നമ്മൾ അലക്കി കഴിയുമ്പോൾ നമുക്കത് ചുരുങ്ങിപ്പോവും. പിന്നെ ഇവിടെ ഇച്ചിരി ലൂസ് ഞാൻ ഇട്ടേക്കുന്നതാണ്. നമ്മൾ നല്ലവണ്ണം കുറച്ച് ലൂസ് ഇട്ടല്ലേ നമ്മൾ വെട്ടിയത് തന്നെ കറക്റ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഇച്ചിരി ലൂസ് വേണം. പിന്നെ അതുപോലെ ഇനി ഒന്ന് നനച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇനി അത് ചുരുങ്ങിപ്പോയാൽ വീണ്ടും നമ്മൾ ഓൾട്ടർ ചെയ്യണം. മറ്റേത് വലുതാണെങ്കിൽ നമുക്ക് അതിനെ ചെറുതാക്കാൻ എളുപ്പമാണ്. ചെറുതായാൽ നമുക്ക് വലുതാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ചുരിദാർ കണ്ട ഇങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത്. നിങ്ങളിൽ ആരൊക്കെ ഇന്നലെ ഒന്ന് വെട്ടിയെങ്കിലും നോക്കിയോ? ഏതെങ്കിലും ഒരു ചെറിയ തുണി കൊണ്ട് വെട്ടിയെങ്കിലും നോക്കിയെങ്കിൽ പെട്ടെന്ന് ഇത് തയ്ക്കാൻ കഴിയുന്നതാണ്. ഇപ്പം കണ്ട കഴുത്തും എല്ലാം നല്ല ഫിറ്റായിട്ടിരിപ്പുണ്ട്. ഇന്നലെ ഒരുപാട് ലെങ്തായിപ്പോയി വീഡിയോ. അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ അങ്ങ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഞാൻ തയ്ച്ചു. ഇന്നലെ ഞാൻ വെട്ടിയതാണ്, ഞാൻ തയ്ച്ചു. നിങ്ങളിൽ ആരൊക്കെയാണ് വെട്ടി നോക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഒന്നും പേടിക്കണ്ട, എനിക്കും വീഡിയോ ചെയ്യാനോ ഒന്നും അറിഞ്ഞൂടെ. എന്നാലും രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യുവാണ്. ഇപ്പോൾ അങ്ങ് എന്തോ ഒരു മനസ്സിന് തോന്നിയിട്ട് അങ്ങ് നിങ്ങളെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെയൊക്കെ കൂടെ ഒന്ന് അറിയിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യുന്നതാണ്. ഇപ്പം പിന്നെ ഒരുപാട് സമയമുണ്ട്, ജോലിയൊന്നുമില്ല, അപ്പം ഒത്തിരി ടൈമുണ്ട്. അപ്പം ഇന്നലെ തൊട്ടാണെങ്കിൽ ഒരു തൊണ്ടവേദന. മിക്കവാറും ഇപ്പം കൂടുതലും ചെടിയുടെ മൂട്ടിലാണ് ഞാൻ മിക്കവാറും ഒക്കെ. ആമ്പല് നോക്കാനും താമ്പല നോക്കാനും ആയിട്ട് അങ്ങ് ഇറങ്ങും. വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടാണോ എന്തോ അറിയില്ല. തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഗുളികയും പിന്നെ ആവി പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കുറവായിരിക്കാം. ഇപ്പോൾ പിന്നെ പുറത്തൊന്നും പോകണ്ടല്ലോ, വെയിലൊന്നും കൊള്ളണ്ട. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ മാറും. അപ്പോൾ കണ്ടോ, ഈ ഡ്രസ്സാണ് എനിക്ക്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഡ്രസ്സിൻ്റേതായ ഉപയോഗവും വരുന്നില്ല. മറ്റേ ജോലിക്ക് പോകുമ്പോഴാണ് ഒത്തിരി ചുരിദാറൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തയ്ച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തയ്ച്ചിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ അളവ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അത് കണക്കായിട്ട് ഞാൻ തയ്ച്ച് തരുന്നതായിരിക്കും. പിന്നെ കുറച്ച് നൈറ്റിയും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നും ആരും കാണാൻ ചാൻസ് ഇല്ല. എന്നാലും കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സമയം വേണോ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും ഫ്രീ ആണ്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ ചെയ്തപ്പോൾ അല്പം ഒരു കോൺഫിഡൻ്റ് ആയി. എന്നുവെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൊബൈലും എല്ലാം നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഡിലേ മാത്രമാണ് ഇന്നലെയും വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നം വരില്ല. നമ്മളൊരു ജോലിയും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. അത് പറ്റത്തില്ല. ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് എന്തായാലും വേണം. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാത്തത്. സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ മൊബൈൽ പിടിച്ച് ആരെങ്കിലും ഒന്ന് ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാം ദൈവം സഹായിച്ച് എല്ലാം റെഡി ആവുകയാണെങ്കിൽ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. അപ്പം ഇനി കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ അറിയാം. വലുതായിട്ടൊന്നും നമ്മൾ വലിയ തയ്യക്കാരിയൊന്നുമല്ല. പിന്നെ കുറേയൊക്കെ കിട്ടുന്നതെല്ലാം നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെ ഇത്രയും വരെയെങ്കിലും എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് ഒരു സന്തോഷം കൂടെ ഉള്ളത്, ഇന്നിപ്പം 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഒത്തിരി ദിവസം കൊണ്ടേ ആകാനുള്ള സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് ഒരുപാട് കുറച്ച് വന്നു. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ 1001 ആയി. അപ്പോൾ ആ ഒരു സന്തോഷവും കൂടെ എനിക്കുണ്ട്. ഒരു വർഷം ആകാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ 1000 സബ്സ്ക്രൈബറായി. വാച്ച് അവർ ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ വീഡിയോസൊന്നും ആരും വലുതായിട്ട് കാണത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും പ്രശ്നമില്ല. ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇത്രയും നടന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു.